ശശി തരൂർ വീണ്ടും കോൺഗ്രസിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് പാർലമെന്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കുറച്ച് നാളുകളായി തന്നെ കോൺഗ്രസ് സഭ കൂടുമ്പോൾ അവിടെ പ്രശ്നമുണ്ടാക്കുക, ഇറങ്ങിപ്പോവുക. അതിനെതിരെയാണ് ശശി തരൂർ രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് പലതവണ മോഡി ഉൾപ്പെടെ കാണിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പം നിയമസഭയും ലോക്സഭയും അറിയപ്പെടുന്നത് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഭരണപക്ഷമോ പ്രതിപക്ഷമോ എന്നുള്ള രീതിയിലല്ല, സഭ സ്മൂത്തായിട്ട് നടന്നു പോയി കഴിഞ്ഞാൽ മാത്രമേ നിയമനിർമ്മാണം നടക്കത്തുള്ളൂ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതൊക്കെ സ്ട്രീം ലൈനിലോട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത് നിയമസഭയുടെ പ്രൊസീഡിങ്സ് തടസ്സപ്പെടുത്തിയത് കൊണ്ട് മാത്രം ഏതെങ്കിലും ഒരു ജനാധിപത്യ അവകാശം സ്ഥാപിച്ച് കിട്ടുമെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ ഈ രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തോട് തുടക്കത്തിൽ തന്നെ നിയമസഭയോട് നിസ്സഹകരിക്കുന്ന ഒരവസ്ഥയും സ്പീക്കർമാരെ പോലും വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന ഒരവസ്ഥയും, ഈ കൊല്ലുന്ന രാജാവിനെ തിന്നുന്ന മന്ത്രി എന്ന് പറഞ്ഞ പോലെ അതേപോലെയാണ് ഒരു ഖാർഗയെ കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു ലോജിക് ഇല്ലാത്ത, ഒരു റാഷണലും ഇല്ലാത്ത പല പ്രസ്താവനകളിലും കൂടെ ആൾക്കാരെ സഭയുടെ ആ ടെമ്പർ തന്നെ ഇല്ലാതാക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. കാര്യം അദ്ദേഹം ശശി തരൂർ പറഞ്ഞ ഒരു സെൻറ്റൻസ് നമുക്ക് അത് കോട്ട് ചെയ്തതിൻ്റെ സെൻറ്റൻസാണ്. നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം, ഇലക്ഷനിൽ മാത്രമാണ് നമ്മൾ എതിരാളികൾ, ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ രണ്ടുപേരും ഒരേ സഭയിലെ മെമ്പർമാരാണ്, ആ രീതിയിൽ വേണം നമ്മൾ പെരുമാറാൻ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റഡി ക്ലാസ് ആണെന്ന് തോന്നുന്നു നമ്മുടെ ജോൺ ബ്രിട്ടാസിന് കിട്ടിയിരിക്കുന്നത്. ജോൺ ബ്രിട്ടാസ് ഇപ്പം മധ്യസ്ഥനാവാൻ തുടങ്ങി. CPM ഹാർഡ് കോർ CPM നിന്ന് മാറി ഒരു മധ്യസ്ഥ പൊളിറ്റിക്സ് കളിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പം ശശി തരൂർ പറഞ്ഞതാണ്, നമ്മുടെ സഭയിലെ അംഗങ്ങൾ എന്നുള്ള രീതിയിൽ നമ്മൾ തമ്മിലുള്ള ഒരു സൗഹൃദം എപ്പോഴും നിലനിൽക്കേണ്ടതാണ്, മത്സരിക്കുന്നത് വരെയാണ് നമ്മൾ എതിരാളികൾ, റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എതിരാളികളല്ല. അപ്പോൾ ആ ഒരു ടെമ്പറിൽ നമ്മൾ കാര്യങ്ങൾ എടുക്കണമെന്നും ജനാധിപത്യത്തിൽ ഇത്തരം കാര്യങ്ങൾ സ്മൂത്തായിട്ട് കൊണ്ടുപോകണമെന്നുമാണ് ശശി തരൂർ പറഞ്ഞത്. തുടക്കം മുതൽ തന്നെ ശശി തരൂരിനോട് കോൺഗ്രസ് നേതൃത്വത്തിനുള്ള എതിർപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഷ്പക്ഷമായ അഭിപ്രായങ്ങൾ എപ്പോഴും പറയാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ കേരളവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ മലയാളികൾ ചിന്തിക്കുന്ന രണ്ട് കാര്യമാണ്. എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പുറത്താക്കുന്നില്ല? അവസാന ഘട്ടത്തിൽ പുറത്താക്കി. മറ്റൊരു നേതാവിന്റെ പേര് ശശി തരൂരാണ്. ശശി തരൂരിനെ എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല? ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്നലെ പുറത്താക്കി, ശശി തരൂരിനെ പുറത്താക്കാനുള്ള ധൈര്യം കോൺഗ്രസിനുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഇദ്ദേഹം BJP വക്താവായി സംസാരിക്കുന്ന ഒരു വ്യക്തിയുമായാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ യാത്ര. ഇപ്പൊ ശശി തരൂർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ അയാൾ ഒരു ലേഖകനെ, അല്ലെങ്കിൽ ഒരു ബുദ്ധിജീവിയെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് എന്നും അദ്ദേഹത്തിൻ്റെതായ നിലപാടുകൾ ഉണ്ടായിരുന്നു, നിഷ്പക്ഷത ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പാർട്ടിയിൽ അംഗമായതുകൊണ്ട് മാത്രം നമ്മുടെ എല്ലാ നിലപാടുകളും മാറ്റണമെന്നും പാർട്ടി പറയുന്നതെല്ലാം നമ്മൾ ഏറ്റുപറയണമെന്നും പറയുന്നതിന് അവരാണ് നമ്മൾ അന്തം കമ്മികളെന്ന് പറയുന്നത്. അപ്പോൾ അന്തം കമ്മികൾക്ക് മാത്രമേ അത് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇദ്ദേഹം അങ്ങനെ ഒരു കോൺഗ്രസ്സിലൊരു അന്തം കമ്മികളല്ല. ഇയാൾ ആരുടെയും ബ്രീഫ് കേസ് എടുത്ത് നടക്കുന്ന ആളല്ല. കോൺഗ്രസ്സിൽ നമുക്കറിയാമല്ലോ, കേരള രാഷ്ട്രീയത്തിൽ ഇവർ 2 ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് 2 ഗ്രൂപ്പ് നേതാക്കന്മാരുടെയും ബ്രീഫ് കേസ് എടുത്ത് നടക്കുന്ന ഒരു ജനുസ് നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മളെ ഉദ്ദേശിക്കുന്ന വലിയ നേതാക്കളാണെങ്കിൽ പോലും, തിരുവഞ്ചൂരിനെ പോലുള്ളവരാണെങ്കിൽ പോലും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയും വ്യവഹാരം ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥ കേരളത്തിലുണ്ടാകുന്നു. ഇപ്പോൾ അതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ആരുടെയും ബ്രീഫ് കേസ് എടുക്കാൻ തയ്യാറല്ലാത്ത ഒരാൾ കേരളത്തിലോട്ട് വന്നപ്പോഴത്തേക്ക് ഇവരെല്ലാം കൂടെ ആദ്യം ഒരുമിച്ച് ചേർന്ന് എതിർക്കുകയാണ് ചെയ്തത്. എല്ലാ ഗ്രൂപ്പുകാരും ഒരുമിച്ച് ആദ്യം ശശി തരൂരിനെതിരായിരുന്നു. പിന്നെ അദ്ദേഹം ഒരു റിയാലിറ്റി എന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് എല്ലാവരും അദ്ദേഹമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ അദ്ദേഹത്തിൻ്റെ പലപ്പോഴും ഉള്ള സ്വതന്ത്ര നിലപാടുകൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയാൽ അദ്ദേഹം ഇതുവരെ പറഞ്ഞ ഞാൻ ഇനി ഇലക്ഷനൊന്നും മത്സരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇലക്ടഡ് പോസ്റ്റുകൾ ഒന്നിലോട്ടും വരുന്നില്ല. ഇദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുകയായിട്ട് ചെയ്യണമെങ്കിൽ ചിലപ്പം BJPക്കാർ പിടിച്ച് രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിട്ട് ആക്കിക്കളയുമെന്നൊരു പേടി അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ പുറത്താക്കാത്തത്. ഇദ്ദേഹം MP സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ അദ്ദേഹം വേണമെങ്കിൽ പുറത്താക്കും. കാര്യം അധികാര സ്ഥാനത്തൊന്നുമില്ല. പക്ഷേ അടുത്ത 4 വർഷത്തേക്ക് കോൺഗ്രസിന് ആവശ്യത്തിന് തലവേദന ഉണ്ടാക്കാൻ ഉള്ള തലച്ചോറുള്ള ഒരാളാണ്. പക്ഷേ ഈ കോൺഗ്രസിനുള്ളിലെ BJP വക്താവായി എത്ര നാൾ തുടരാൻ കഴിയും? രാഹുൽ ഗാന്ധി എന്താണോ രാവിലെ പറയുന്നത് അതിന് വിപരീതമായിരിക്കും ശശി തരൂരിന്റെ പ്രസ്താവന ഉണ്ടാവുക. കാരണം ഇത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നരേന്ദ്രമോദി പലതവണ ആവർത്തിച്ച് പറയാം, നിങ്ങൾ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ അനാവശ്യമായി വിവാദങ്ങൾ ഉണ്ടാക്കരുത്, സഭയിൽ ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് പലതവണ ആവശ്യപ്പെടുമ്പോൾ അങ്ങനെയല്ല, വിപരീതമായി സംസാരിക്കുമ്പോൾ ശശി തരൂർ അവിടെ നിലപാട് സ്വീകരിക്കുകയാണ്. ഇല്ല, ഈ അവിടെ നമ്മൾ പറയേണ്ടത് അടിസ്ഥാനപരമായിട്ട് പിന്നെ ശശി തരൂർ പഠിച്ച സ്കൂളിലല്ല രാഹുൽ ഗാന്ധി പഠിച്ചത്.
ആ സ്കൂളിൻ്റെതായ വ്യത്യാസമുണ്ട്. ആ സ്കൂളിന് വേറൊരു അർത്ഥം കൂടെയാണ്. അപ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞേക്കുന്ന ഒരു പ്രസ്താവന, വിദേശ നേതാക്കൾ ഇന്ത്യയിൽ വരുമ്പോഴത്തേക്ക് എന്നെ കാണരുത് എന്ന് ഗവൺമെൻറ് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് അവരാരും എന്നെ കാണാത്തത്. കേൾക്കുമ്പോൾ വളരെ നിരുപദ്രവകരമായ ഒരു സംഭവമാണ്. അതേസമയം 5 രാഷ്ട്ര നേതാക്കളെങ്കിലും ഇന്ത്യ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ട്. ഈ വരുന്നവർക്കും കൂടെ തോന്നുന്നുണ്ട് ഇദ്ദേഹത്തെ കാണണമെന്നും സംസാരിക്കണമെന്നും അതിൽ കൂടെ നമുക്ക് എന്തെങ്കിലും ഒന്ന് ഇവോൾവ് ചെയ്യണമെന്നും. അവരുടെ സമയം വേസ്റ്റ് ചെയ്യാനില്ലല്ലോ. ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഇന്ത്യയിൽ വരുന്നത് സമയം വേസ്റ്റ് ചെയ്യാനില്ലാത്തതുകൊണ്ടാണല്ലോ വരുന്നത്. അപ്പോൾ അവർക്ക് ടൈം വേസ്റ്റ് ചെയ്യാനില്ല. ഇദ്ദേഹത്തിന് നല്ല ബന്ധമുള്ള എത്ര ലോക നേതാക്കളുണ്ട്. രാഹുൽ ഗാന്ധിക്ക് സ്വന്തമായിട്ട് വ്യക്തിപരമായിട്ട് ബന്ധമുള്ള എത്ര ലോക നേതാക്കൾ. അയാൾ ഇത്രയും വലിയൊരു ഫാമിലിയിൽ നിന്നുള്ള ഒരാളാണ്. ഇദ്ദേഹത്തിന്റെ ടൂറിസം കൊണ്ട് ജീവിച്ചു പോകുന്ന പല രാജ്യങ്ങളും അതുകൊണ്ട് അവിടെയൊക്കെ കാണും. മലേഷ്യയും പട്ടായയിലൊക്കെ കാണും. അവിടത്തേക്ക് രാഷ്ട്രത്തലവന്മാരുമായിട്ട് സംസാരിക്കാനുള്ള യോഗ്യതയൊന്നും ഇദ്ദേഹത്തിനില്ല. അദ്ദേഹം അവിടെ പോകുന്ന സ്ട്രീറ്റുകൾ വേറെയാണ്. ഞാൻ അതിനകത്തോട്ട് പോകുന്നു. ഞാൻ പറഞ്ഞ രാജീവ് ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ശശി തരൂരിൻ്റെയും ജനുസ് രണ്ടും രണ്ടാണ്. എന്തായാലും ഈ നാഴിക്കകത്ത് ഇടങ്ങഴി കയറൂല എന്ന് പറഞ്ഞ മാതിരി രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വളയത്തിനകത്ത് ഇദ്ദേഹത്തിന് നിൽക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ടേ അദ്ദേഹത്തിന് പോകാൻ പറ്റത്തുള്ളൂ. അതിന് രാഹുൽ ഗാന്ധി സമ്മതിക്കുന്നില്ലെങ്കിൽ അയാൾക്ക് അയാളുടേതായ വഴി നോക്കാം. അതുകൊണ്ടാണല്ലോ അദ്ദേഹം AICC പ്രസിഡന്റായി മത്സരിച്ചിട്ട് 10% വോട്ട് കിട്ടി ജയിച്ചല്ലോ. 10% വോട്ട് കിട്ടിയല്ലോ. 10% കൂടുതൽ വോട്ട് കിട്ടി. അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന കോൺഗ്രസ്സുകാരും 10%. അപ്പം രാഹുൽ ഗാന്ധി മാത്രമല്ല, രാഹുൽ ഗാന്ധിക്ക് പറ്റിയ മറ്റൊരു ഖാർഗെ ആകാൻ തയ്യാറായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ ശശി തരൂർ കോൺഗ്രസ് പ്രസിഡന്റായിട്ട് മാറിയത്. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അദ്ദേഹം BJP-യിലേക്ക് വരുമെന്ന വാർത്തകൾ വരുന്നുണ്ടല്ലോ. ശശി തരൂരിനെ പറ്റി നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആരും പ്രൊഡിക്റ്റ് ചെയ്യുന്ന രീതിക്കല്ല അദ്ദേഹം എപ്പോഴും പോകുന്നതെന്നുള്ളതാണ്. ഇപ്പം നമ്മളെ അറ്റ്ലസ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഒരു എന്താ പറയുന്ന ഒരു കോമറ്റ് നമ്മൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പം ഓരോ ദിവസവും ശാസ്ത്രജ്ഞന്മാരെല്ലാം ആ കോമറ്റിനെ പറ്റി ഓരോ തിയറി ഉണ്ടാക്കുന്നു. അടുത്ത ദിവസം ആ തിയറി എല്ലാം തെറ്റാണെന്ന് പറയും. അങ്ങനെ കഴിഞ്ഞ ഈ ജൂലൈ തൊട്ട് ഓരോ ദിവസം ഓരോ തിയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ശശി തരൂരിനെ പറ്റിയിട്ട് രാഷ്ട്രീയ പണ്ഡിതന്മാർ ഒരുപാട് തിയറി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവരുണ്ടാക്കിയ ഒരു തിയറിക്ക് അകത്ത് നിൽക്കുന്ന ആളായിരുന്നില്ല ശ്രീ ശശി തരൂർ എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം. അദ്ദേഹത്തിൻ്റെതായ ഒരു അജണ്ടയുണ്ട്. അതുമല്ല, ഇന്ത്യയെ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഇന്ത്യയെ പ്രതിനിധീകരിക്കേണ്ട ഒരു ആവശ്യം വന്നപ്പോഴത്തേക്ക് മോദി ആവശ്യപ്പെട്ടത് ശശി തരൂരിൻ്റെ സേവനമാണ്. അപ്പോൾ അത് കാണിക്കുന്നത് അതെന്തുമാത്രം അദ്ദേഹം BJP-യെ സംബന്ധിച്ചിടത്തോളം അല്ല, രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ്. ശശി തരൂരിൻ്റെ അത്രയും സ്റ്റാച്ചറുള്ള ആൾക്കാർ BJP-യിൽ ഇല്ലാത്തതുകൊണ്ടല്ല. പക്ഷെ ശശി തരൂരിന് ലോക നേതാക്കളുമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. ആ ബന്ധം നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അല്ല, എന്നിട്ട് അത് കോൺഗ്രസിന് മനസ്സിലാകാത്തത് എന്താണ്? അവർക്ക് മനസ്സിലാകാത്തത്, മുമ്പ് മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിച്ചിരുന്ന 10 വർഷങ്ങളിൽ ഇന്ത്യ സന്ദർശിച്ചിരുന്ന വിദേശ നേതാക്കളെല്ലാം ആദ്യം പോയി കാണുന്നത് മാഡത്തിനെയാണ് പോയി കണ്ടുകൊണ്ടിരുന്നത്. അതെന്ത് പ്രോട്ടോക്കോളിൻ്റെ പുറത്താണെന്ന് നമുക്കറിയത്തില്ല. മാഡത്തിനെ പോയി കാണുമായിരുന്നു. ആ ഒരു രീതി കൊണ്ടുവരാൻ, ആ ഒരു രീതി കോൺഗ്രസ്സിന് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് ശശി തരൂരിന് നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒരു പ്രധാനം. ശശി തരൂരിനെ പോലുള്ള ഒരാൾ ഒരു പ്രധാന പോസ്റ്റിൽ ഇരിക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തെ അണ്ടർമൈൻ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം കുറച്ചുകൊണ്ട് പോകാൻ രാഹുൽ ഗാന്ധിയെ കൊണ്ട് പറ്റും എന്ന് ഇപ്പോൾ ഇരിക്കും പോലെ. അതെ, ഖാർഗെ പോലെ ഇരിക്കാൻ എന്തായാലും അദ്ദേഹത്തിന് സാധിക്കത്തില്ല. ഖാർഗെ, KC വേണുഗോപാലൊക്കെ നമുക്ക് ഒരുപാട് കേരളത്തിൽ കിട്ടും. സൂട്ട് കേസ് എടുക്കാനും ബ്രീഫ് കേസ് എടുക്കാനും അപ്പോയിൻമെൻ്റ് എടുത്ത് കൊടുക്കാനും ഒരുപാട് പേരെ കിട്ടും. എന്തായാലും ശശി തരൂരിനെ ഒന്നും ആ ഒരു ജനസിലോട്ട് നമ്മൾ കൂട്ടണ്ട. അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു പിന്നെ അദ്ദേഹത്തിന് ആരെയൊന്നും പിരിവെടുക്കാറില്ല. അദ്ദേഹത്തിന് ആരും പൈസ തണ്ടാറില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ട് മറ്റുള്ള ആരുമായിട്ട് യാതൊരു കീഴ്വഴങ്ങി കൊടുക്കേണ്ട കാര്യങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ അദ്ദേഹം ഇപ്പോഴും രാജാവ് തന്നെയാണ്. അവിടെ തന്നെ നിൽക്കട്ടെ. രാഹുൽ ഗാന്ധിയുടെ ലെവലിലോട്ട് ഇറങ്ങി വരാൻ എന്തായാലും സാധിക്കത്തില്ല.